ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു നോർമൽ ക്യാൻഡിലും അതേപോലെ ഓർഡർ ഫ്ലോയിൽ കാണുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസും ഇതെങ്ങനെയാണ് നമ്മളെ ട്രേഡിന് നമ്മുടെ ട്രേഡിന് ആക്യുറൻസി കൂടുന്നത് അല്ലെങ്കിൽ വിന്നിങ് റേറ്റ് എങ്ങനെ കൂട്ടുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണിച്ചു തരാം. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നമുക്ക് അറിയാലോ ഇതിൻ്റെ അതായത് ഓപ്പൺ ഇവിടെ ആണ്, ക്ലോസ് ഇവിടെ, ഹൈ, ലോ. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷേ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ ഓർഡർ ഫ്ലോയിൽ ഇതേ ഒരു ക്യാൻഡിൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതായത് ഇത് കണ്ടില്ലേ, 1613 എന്നുള്ള ക്വാണ്ടിറ്റി. അതായത് ഈ വീക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് നടക്കുന്നത്. 968, 566, 200. അതായത് ഇവിടെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഈ ക്യാൻഡലിൻ്റെ ഈ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചോ, ഈ ഭാഗങ്ങളിൽ തീരെ ചെറിയ ക്വാണ്ടിറ്റീസ് മാത്രമേ ട്രേഡ് നടക്കുന്നുള്ളൂ, ട്രേഡ് നടന്നിട്ടുള്ളൂ, തീരെ ചെറിയ. സോ ഒരു ബയ്യറിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ച് അവരെ ട്രേഡ് അല്ലെങ്കിൽ അവരെ ബെറ്റർ പ്ലേസ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ബൈ ചെയ്യുമ്പോൾ ലോ പ്രൈസിലായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരിക്കുന്നത് ഇവിടെയാണ്. സോ അതിനർത്ഥം ഈ ഒരു ക്യാൻഡിൽ ഫെയിൽ ആവാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഒരു ബൈ ഇതിൽ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ കൂടി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റീസ് പ്ലേസ് ആയത് ഇവിടെ ആയതുകൊണ്ട് ഈ ക്യാൻഡിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതേപോലെ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഈ ബുള്ളിഷ് ക്യാൻഡിലിൽ നമ്മളെ ഓർഡർ ഫ്ലോയിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കണ്ടില്ലേ, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ബോട്ടം ഭാഗത്താണ്. ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ച് ഈ ഒരു ബുള്ളിഷ്നെസ് എന്ന് വെച്ചാൽ ഒരു ജെന്യൂൻ ആയുള്ള ഒരു ബുള്ളിഷ്നെസ് ആണ്. ബട്ട് ഈ നമ്മുടെ മേലെ നോക്കിയ ഈ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ച് ഇതൊരു ഫേക്ക് ബുള്ളിഷ്നെസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ നമുക്കൊരു ബീറിഷ് ഇതൊരു ബീറിഷ് ക്യാൻഡിലാണ്, നമുക്കറിയാലോ. അതായത് ഇതിൻ്റെ ഓപ്പൺ ഇവിടെയാണ്, ക്ലോസ് ഇവിടെ, ലോ ഇവിടെ, അതേപോലെ ഹൈ ഇവിടെ. ഇതൊരു ബീറിഷ് ക്യാൻഡിലാണ്. ഇത് ഓർഡർ ഫ്ലോയിൽ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്തിരിക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ POC, പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിരിക്കുന്ന വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്ന ഇവിടെ കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവാണ്. സോ ഇത് ഒരു ജെന്യൂൻ ആയുള്ള ഒരു ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഇതും ഒരു ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ്. അതായത് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോൾ ലോ, ഹൈ, അതേപോലെ ലോ, ക്ലോസ്, ഓപ്പൺ, ഇതൊരു ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ്. പക്ഷേ ഇതൊരു ഓർഡർ ഫ്ലോയിൽ നോക്കുന്ന സമയത്ത് ഇതിൽ ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ്. കാരണം ഇതിൻ്റെ ടോപ്പിലൊന്നും ഒരു ട്രേഡ് പോലും നടന്നിട്ടില്ല. അതായത് ഇവിടെ നിന്നൊന്നും സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്ലേസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു ബെറ്റർ പ്രൈസിൽ ഇവർ സെല്ല് ചെയ്യുന്നില്ല. ഇവർ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബോട്ടം ഭാഗത്താണ്. സോ ഈ ഒരു ബീറിഷ്നെസ് എന്ന് വെച്ചാൽ ഫേക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു ബീറിഷ്നെസ് ഫേക്ക് ബീറിഷ്നെസ് ആവാനാണ് ചാൻസ് വളരെ കൂടുതൽ. സോ ഇതേപോലെയുള്ള അതായത് ഒരു ക്യാൻഡിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു, എവിടെ ട്രേഡ് നടക്കുന്നു, എങ്ങനെയാണ് ഇവർ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റീസ് പ്ലേസ് ചെയ്യുന്നു, ആരാണ് സ്ട്രോങ്, ഒരു ജെന്യൂൻ ബ്രേക്ക് ഔട്ട് വന്നാൽ അതൊരു ജെന്യൂൻ ബ്രേക്ക് ഔട്ട് ആണോ, അതേപോലെ ഒരു റിവേഴ്സൽ വരുമ്പോൾ നമ്മളൊരു ബുള്ളിഷ് ക്യാൻഡിൽ റിവേഴ്സലിൽ എൻട്രി എടുക്കുന്നതാണെങ്കിൽ അതൊരു ജെന്യൂൻ ബുള്ളിഷ്നെസ് ആണോ എന്നൊക്കെ നമുക്ക് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഒരു ഓർഡർ ഫ്ലോ നമ്മൾ അതേപോലത്തെ ഒരു ടൂൾ യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ അതൊരു ജെന്യൂൻ ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ വളരെ സുഖമാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിവേ, താങ്ക് യു ഗൈസ്.